ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിലെ സ്വർണ്ണ വിനിയോഗവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ക്രമക്കേട് ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി ഹൈക്കോടതി കേസ് നടപടികൾ അവസാനിപ്പിച്ചു. ഭക്തർ നൽകിയ സ്വർണം പൂർണ്ണമായും നിർമ്മാണത്തിനായി ഉപയോഗിച്ചുവെന്നും രേഖകളില്ലാതെ സ്വർണം കൈപ്പറ്റിയതിന് തെളിവില്ലെന്നുമുള്ള സംസ്ഥാന വിജിലൻസ് മേധാവിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. ദേവസ്വം വിജിലൻസ് ഉന്നയിച്ച സംശയങ്ങളെ തുടർന്നാണ് സംസ്ഥാന വിജിലൻസ് വിഭാഗം വിശദമായ അന്വേഷണം നടത്തിയത്. കൊടിമര നിർമ്മാണത്തിനായി ലഭിച്ച സ്വർണം കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തുകയും അത് പൂർണ്ണമായും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ചലച്ചിത്ര താരങ്ങളായ സുരേഷ് ഗോപി, മോഹൻലാൽ, ദിലീപ് എന്നിവരടക്കം 27 പേരാണ് കൊടിമരത്തിനായി സ്വർണം സംഭാവന നൽകിയത്. ഇതിൽ 23 പേരെയും നേരിട്ട് കണ്ട മൊഴിയെടുത്തു. കൃത്യമായ മേൽവിലാസമില്ലാത്ത 4 പേരെ കണ്ടെത്താനായില്ലെങ്കിലും സ്വർണത്തിന്റെ അളവിൽ ക്രമക്കേടില്ലെന്ന് ഉറപ്പിച്ചു. അനധികൃതമായി സ്വർണം കൈപ്പറ്റിയതിനോ മറിച്ചു വിറ്റതിനോ യാതൊരുവിധ തെളിവുകളുമില്ല. അതേസമയം തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ കോടതിയുടെ ഈ തീരുമാനം UDFന് വലിയ രാഷ്ട്രീയ ആശ്വാസമാണ് നൽകുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അജയ് തറയിൽ അംഗവുമായിരുന്ന കാലത്താണ് ഈ ആരോപണം ഉയർന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മറ്റു വിവാദങ്ങളിൽ സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കേസ് കോടതി അവസാനിപ്പിക്കുന്നത്.